ഖബറിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, വമാ ഇമാമുക, നീ പിന്തുടരുന്ന നിന്റെ ഗ്രന്ഥം എന്താണ്? അപ്പോൾ ഖുർആനാണ് എന്റെ ഇമാം, ഖുർആൻ പിന്തുടർന്നുകൊണ്ടാണ് എന്റെ ജീവിതം എന്ന് ആ ഖബറിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. പറഞ്ഞവനെ രക്ഷപ്പെടുകയുള്ളൂ. ഖുർആൻ ഓതിയവൻ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവൻ, ഖുർആൻ അല്ലാഹുവേ എന്നെ ഓതിയവനാണവൻ, എന്നെ ബഹുമാനിച്ചവനാണവൻ, എന്നെ അംഗീകരിച്ചവനാണവൻ, എന്നെ ഫോളോ ചെയ്തവനാണവൻ. അതുകൊണ്ടവനെ ശിക്ഷിക്കല്ലേ. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവർ, ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നവർ രക്ഷപ്പെട്ടുപോയി. ആ ഖുർആൻ വരുന്ന മാറ്റങ്ങളോ വരുത്തുന്ന മാറ്റങ്ങളോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നല്ല കടുകടുത്ത പാറ കൊണ്ടുള്ള വലിയ മല, ആ മലയുടെ മേലെ ഖുർആൻ ഇറക്കുകയാണെങ്കിൽ പടച്ചവനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്.